എഴുതാൻ ഒരുങ്ങുന്നു. ജനകീയ നായകൻ TK സുനിൽകുമാർ വിജയത്തിലേക്ക്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ TK സുനിൽകുമാർ വിജയം സുനിശ്ചിതമാക്കാൻ തീവ്ര പ്രചാരണത്തിലാണ്. കപ്പൂർ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത്? തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ എനിക്ക് ജനങ്ങളുമായി ഇടപഴകാൻ സാധിച്ചപ്പോൾ മനസ്സിലായൊരു വസ്തുത, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യം ആയതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എല്ലാവരെയും ഏറ്റെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനം ഏറ്റെടുത്താൽ ജനാധിപത്യത്തിൽ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മുഖത്ത് നോക്കി കണ്ടാൽ, അവരുടെ പുഞ്ചിരി കണ്ടാൽ, അവരുടെ സംസാരം കണ്ടാൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ ജനങ്ങളുമായി അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തകർന്ന തരിപ്പണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സുനിലേട്ടൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ജനകീയ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലൂടെ കോൺഗ്രസിലെത്തിയ അദ്ദേഹം 2000 ചാലിശ്ശേരി പഞ്ചായത്ത് മെമ്പറായും 2015 പഞ്ചായത്ത് പ്രസിഡന്റായും തിളങ്ങി. തന്റെ ഭരണകാലയളവിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ആരോഗ്യമേഖലയിലെ മികച്ച പ്രകടനം പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരളം പുരസ്കാരം നേടുകയും ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായും INTUC ചാലിശ്ശേരി മണ്ഡലം പ്രസിഡന്റായും പിന്നീട് UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാനായും അദ്ദേഹം നേതൃപാടവം തെളിയിച്ചിട്ടുണ്ട്. കൃഷിയെ ഉപജീവനമാക്കിയ TK സുനിൽകുമാർ ഫുട്ബോളിന് ഏറെ പ്രാധാന്യമുള്ള ചാലിശ്ശേരിയുടെ കായികരംഗത്തും സജീവ സാന്നിധ്യമാണ്. ഇന്ദിര പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ്, പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ എന്നിവയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും ജനമനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞതാണ്. പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്കിടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 57 വാർഡുകളാണുള്ളത്. 57 വാർഡുകളിൽ 7 ഡിവിഷനിലായിട്ടാണ് കിടക്കുന്നത്. കപ്പൂർ പഞ്ചായത്തിലെ UDF, കപ്പൂർ ജില്ലാ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ ഡിവിഷനിൽപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാനും എൻ്റെ സഹപ്രവർത്തകരും കുറച്ച് ദിവസങ്ങളായി സജീവ പ്രവർത്തനം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇത്രയും ദിവസത്തെ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കത്തിലാണെന്ന് കൂടി സൂചിപ്പിച്ചുകൊള്ളുക. വിജയിച്ചാൽ കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുമെന്നും കായികം കലാരംഗത്തെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. നിലവിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സുനിൽകുമാർ. ഭാര്യ ഇന്ദു, മക്കളായ നവനീത്, നിവേദ് എന്നിവർ നൽകുന്ന പിന്തുണയുടെ ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. നാടിന്റെ വികസനത്തിനു വേണ്ടി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് TK സുനിൽകുമാറിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കപ്പൂർ ഡിവിഷനിലെ വോട്ടർമാർ. ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ജനപ്രതിനിധിയായി ഈ ഡിവിഷനിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് 2000 ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തുടക്കം കുറിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം പാർട്ടിയുടെ ഒട്ടനവധി പദവികൾ സ്വീകരിച്ചിട്ട് 2015 ഞാൻ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായി തിരഞ്ഞെടുത്തതിന് ശേഷം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപഴകിക്കൊണ്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ച് കാർഷിക മേഖലയിലേക്ക് ഈ നിയോജകമണ്ഡലത്തിൽ പഞ്ചായത്തുകൾ വയ്ക്കുന്ന ഫണ്ടുകൾ മാത്രമുള്ള ഒരു മേഖലയാണ് തൃത്താല. നമ്മളെ സംബന്ധിച്ച് പട്ടിത്തറ പോലുള്ള എൻ്റെ ഡിവിഷനിൽപ്പെട്ട മേഖലകളിൽ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്.
ആ കൃഷി ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ഒരു കാലഘട്ടത്തിലും ഈ മേഖലയ്ക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. മുഖ്യ പങ്ക് കാർഷിക മേഖലയിലുള്ള ആളുകൾക്ക് മുൻനിർത്തിയാണ് എൻ്റെ പ്രവർത്തനം കൊണ്ട് പോവുക. അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഡിവിഷനിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്പോർട്സ് കലാ കായിക രംഗത്തുള്ള പ്രതിഭകളെ കണ്ടെത്തി മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നാണ് എളിയ പ്രവർത്തകനായ ഈ രംഗത്ത് ദീർഘകാലമായി പൊതുരംഗത്ത് സജീവമായ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ഈ മേഖലകളിൽ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.